സാധാരണ എല്ലാ മനുഷ്യരിലും നമ്മൾ പറയാറുണ്ട് രണ്ട് മനുഷ്യരുണ്ട്. അവർക്ക് മാത്രം അറിയാവുന്ന ഒരാളും അവരെല്ലാവരെയും അറിയിപ്പിക്കുന്ന മറ്റൊരാളും. ഇത് സ്വാഭാവികമായുള്ള സംഗതിയാണ്. അതിനെ നമ്മൾ സാധാരണ സൈക്കോളജിയിൽ പോളിഷ്ഡ് സെൽഫ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് മെച്യൂരിറ്റി കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൊണ്ടും ഒരാൾ രൂപപ്പെടുന്നതും രൂപപ്പെടുത്തുന്നതുമാണെങ്കിൽ അന്തരിച്ചു പോയ നാഗേന്ദ്ര എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ അഭിനേതാവ് പറഞ്ഞതുപോലെ ഇന്ന് കുഞ്ഞുങ്ങളായി ജനിച്ച് വൃദ്ധരായി മരിക്കുകയല്ല, വൃദ്ധരായി ജനിച്ച് കുഞ്ഞുങ്ങളായി മരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും ഒക്കെ വൃദ്ധരായ മനുഷ്യരെക്കാൾ ഈ വ്യത്യസ്ത ഭാവമുണ്ട് എന്നതാണ് സത്യം. കുറച്ചുകൂടി സ്ട്രെയിറ്റായി പറഞ്ഞേക്കാം. ഈ മക്കളെ കെട്ടിച്ചു വിടുമ്പോൾ പെൺമക്കളോട് പ്രത്യേകിച്ച്, ആൺമക്കൾക്ക് കുറച്ചുകൂടെ അവരവരുടെ അവകാശങ്ങൾ ഉന്നയിക്കാനുള്ള അധികാരം മീശയും തണ്ടും ഒക്കെ നൽകിയിട്ടുണ്ട് എന്ന വിശ്വാസമുള്ള ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. പെൺകുട്ടികളോട് പ്രത്യേകമായി ചോദിക്കണം, ആരെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ നിൻ്റെ പ്രാണനായി ഉണ്ടോ? അങ്ങനെ പ്രാണനായി ഉണ്ടെങ്കിൽ വേറെ ചില മനുഷ്യരെ വല്ലാതെ വീഴ്ത്താതിരിക്കാനാണ്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരന് സംഭവിച്ച സംഭവമുണ്ടാവും. ഇനിയുള്ള കാലത്ത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ആവർത്തിച്ചു പറയുന്നു, സാധാരണ എല്ലാ അന്വേഷണങ്ങളും മൂന്നാൻമാഴ് വഴിയോ ബ്രോക്കർ വഴിയോ ഡേറ്റ വഴിയോ ഒക്കെ നടത്തുന്നത് കൂടാതെ ഏതെങ്കിലും ഏജൻസികളെ ഏൽപ്പിച്ച് അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളും ഇൻസ്റ്റാ അക്കൗണ്ടുകളും സവിശേഷമായി പരിശോധിക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. ഇനി സംഭവത്തിലേക്ക് വരാം. ഒരു ചെറുപ്പക്കാരൻ, വളരെ അച്ചടക്കത്തോടെയും നിഷ്ഠയോടെയും മാതാപിതാക്കൾ വളർത്തിയ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി എവിടെയൊക്കെ അദ്ദേഹം പഠിക്കാൻ പോകുന്നോ ആ പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം രക്ഷകർത്താക്കളും പോയി നിന്നാണ് പഠിപ്പിക്കാറുള്ളത്. അത്ര ശ്രദ്ധിച്ചു വളർത്തി വിദേശത്ത് നല്ല മെച്ചപ്പെട്ട ജോലിയൊക്കെ കിട്ടി വളരെ മിടുക്കനും പ്രമുഖനുമായി നാട്ടിലെത്തി. അപ്പോൾ വെളിപ്പാടകലെ ഒരു 7-10 വീടിനപ്പുറമുള്ള പരസ്പരം അറിയാവുന്ന കുടുംബത്തിൽ നിന്നൊരു വിവാഹാലോചന. അതുതന്നെ എങ്ങനെയാണ്? ആ മോനെ എൻ്റെ മോനായി തരുമോ എന്നതാണ് ചോദ്യം. ആ പറഞ്ഞ ആളും പ്രകടമായി കാണുമ്പോൾ നല്ല പെൺകുട്ടി, സന്തോഷമായി ആർഭാടമായി ഒക്കെ എന്ന് പറഞ്ഞാൽ അതിനത്ര തിളക്കം ഉണ്ടാവില്ല. അവർ യഥാർത്ഥത്തിൽ ഒരു ലാത്തിരി പൂത്തിരി കിങ്ങിണിച്ചപ്പോ എന്ന് പറയുന്ന പൂത്തിരി കത്തിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും വീടെത്തി. വളരെ ഗംഭീരമായി സംഗതികൾ അങ്ങോട്ട് മുഴുകി. ലക്ഷങ്ങൾ മുടക്കി കോടികൾ മുടക്കി വീടുകളൊക്കെ ചെക്കൻ്റെയൊക്കെ മോടി പിടിപ്പിച്ചു. അങ്ങനെ വളർത്തിയ ഒരു മകൻ്റെ കല്യാണമാണ്. പിന്നെ അതുകൂടാതെ ഡെസ്റ്റിനേഷൻ സേവ് ദ ഡേറ്റോ എന്നൊക്കെ പറയുന്ന ചടങ്ങുകൾ സവിശേഷമായ സ്ഥലത്ത് കൊണ്ടുപോയി ഒരാഴ്ചകളോളം താമസിച്ച് വളരെ സൗഹൃദപൂർവ്വം പൊയറ്റിക്കായി, ഭയങ്കരമായി റൊമാൻറ്റിക്കായി, എന്താ പറയുന്നത്, ഡേഞ്ചറസ്ലി പൊയറ്റിക്കായിട്ടൊക്കെ നടത്തി. കണ്ടാൽ ഇവർ ഏതോ സ്വർഗലോകത്ത് വെച്ച് നക്ഷത്രങ്ങളെപ്പോലെ ചേർന്നവർ, വിണ്ണിൽ നിന്നും മണ്ണിലേക്കിറങ്ങി വന്ന താരകങ്ങൾ പോലെ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഉണ്ടാക്കിയതുപോലെ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയുന്ന പ്രതീതിയാണ് ഉണ്ടായത്. പിന്നീട് നടന്നത് പൊടിപൂരം പൊടിച്ച നക്ഷത്ര കല്യാണം. അടിപൊളിയേ പൊളി. സംഗതിയെല്ലാം കഴിഞ്ഞു. ഇത് ഉപയോഗിക്കുമ്പം ബാക്കി എന്താണെന്ന് ചോദിക്കും. വിവാഹ വാർഷികത്തിൻ്റെ സമയമായി വരുന്നതേ ഉള്ളൂ. ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം ഇവർ 2 മുറിയിലായി, 2 കട്ടിലായി, ഒരു വഴിക്കായി, 2ആയി, അവിടെ ഇവിടെയൊക്കെ ആയി തീർന്നു. ഇതിൻ്റെ വിവരങ്ങൾ കുറച്ചുകൂടി അടുത്ത് നിന്ന് അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് മനസ്സിലാവുന്നത്. ഈ പയ്യനൊന്നും പറയുന്നില്ല. പെൺകുട്ടി അങ്ങ് തിരിച്ച് അവിടെ വീട്ടിലേക്ക് പോയി. പിന്നെ പറയുമ്പോൾ കഥ പറയുന്നതെല്ലാം ഈ പറഞ്ഞതുപോലെ അവൻ അങ്ങനെയാണ്, ഇങ്ങനെ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞായിരിക്കും. ബെഡ്റൂമിലും കട്ടിലുള്ള കുഴപ്പമൊന്നും ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഇത് അവസാനം ചെന്നപ്പോൾ എന്താ സംഭവം? ആ നല്ല മകൾ നല്ലൊരാളുമായി ഇൻസ്റ്റയിലൂടെയൊക്കെ പ്രണയിച്ചിരുന്നു. വല്ലാത്ത പ്രണയമായിരുന്നു. എന്നാൽ ആ പ്രണയത്തിനിടയിലും അവരിടയ്ക്കിടെ അവരുടെ ബന്ധം മുറിയാറുണ്ടായിരുന്നു, പൊട്ടാറുണ്ടായിരുന്നു, ഗ്ലാസ് പൊട്ടുന്നത് പോലെ. ആ പൊട്ടുന്ന ഘട്ടങ്ങളിൽ അവിടെ ഒരു ശൂന്യത വരുമായിരുന്നു. ആ ശൂന്യതയുടെ കാലത്താണത്രേ ഈ വിവാഹാലോചന വന്നത്. ആ വിവാഹാലോചന വന്ന സമയത്ത് ശൂന്യതയായിരുന്നെങ്കിലും പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, പിന്നീട് ഇതിനിടയ്ക്കൊരു കാര്യം വിട്ടുപോയി കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഒരു 5-6 രാജ്യങ്ങളിലൊക്കെ പോയി. എന്തായാലും അത് കഴിഞ്ഞ് ഈ ശൂന്യത കഴിഞ്ഞതിന് ശേഷം ആ ശൂന്യത വന്ന നദി വീണ്ടും ഒഴുകിത്തുടങ്ങി. ഒഴുകിയതോടുകൂടി ആ നദിയിലുള്ള മത്സ്യകന്യക വീണ്ടും തരളിതമായപ്പോൾ തന്നോടൊപ്പം ജീവിക്കുന്ന ഈ സ്രാവിനെ വേണ്ട എന്നും ആ മത്സ്യകന്യകയുടെ ഇണയെ വേണമെന്നും തീരുമാനിച്ചപ്പോഴാണത്രേ ഈ അഭ്യാസങ്ങളെല്ലാം നടത്തിയത്.
സംഗതി ഇപ്പോൾ ബന്ധവും പോയി സ്വന്തവും പോയി ഒരു വഴിക്കായെന്ന് മാത്രമല്ല, വിവാഹബന്ധം ഒഴിയേണ്ടത് ചെറുക്കൻ്റെ ആവശ്യമായതുകൊണ്ട് ആഹാരം കഴിച്ച തുക സഹിതം നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും കല്യാണത്തിന് പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒഴിഞ്ഞു തിരിഞ്ഞ് നിൽക്കുന്നത്, ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കണക്ക് പിന്നീട് പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും തുക കൈമാറുന്നുണ്ടാവാം. കാരണം ഇത്രയും പേരെ കൊണ്ടുവന്ന് തീറ്റിക്കുമ്പം അതിൻ്റെ കാശ് വാങ്ങണമല്ലോ. ഹോട്ടലാണെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ കച്ചവടം നടക്കും ഒരു കല്യാണത്തിൻ്റെ അന്ന്. ഏതായാലും അങ്ങനെ നിൽക്കുകയാണ്. ഇതിൽ ആരെയും കുറ്റപ്പെടുത്താനും ആരെയും മോശപ്പെടുത്താനും പറഞ്ഞതല്ല. സംഗതികൾ മനസ്സിലാക്കാതെ തിരക്കാതെ നമ്മൾ കാണുന്നതാണ് നമ്മുടെ മക്കൾ എന്ന് വിചാരിച്ച് ചില നടപടികളുമായി മുന്നോട്ട് പോയാൽ നമ്മൾ കാണുന്നതല്ല എന്ന് പിന്നെ തെളിയിക്കേണ്ടി വരും. അപ്പോൾ എന്തു ചെയ്യും? പിന്നെ ആരുടെ രക്ഷകർത്താക്കളാണോ ഇതറിയുന്നത് അവരെന്ത് ചെയ്യും? ആ മോളോടൊപ്പം അല്ലെങ്കിൽ ആ മോനോടൊപ്പം അങ്ങ് നിന്നിട്ട് മറ്റൊരുത്തനെ അങ്ങ് കുറ്റം പറയും. അവനത് കൊള്ളത്തില്ല, ഇത് കൊള്ളത്തില്ല, അവന് ഒരുപാട് ബന്ധങ്ങളുണ്ട്, മറ്റേതുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറയും. ഇതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്, ഇതെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദിവസം ഈ മോളായാലും മോനായാലും നിങ്ങൾ മാത്രം ഒരിടത്ത് പോയിരുന്നിട്ട് തിരിച്ചും മറിച്ചും എല്ലാം ചോദിക്കണം, നിനക്ക് എന്തെങ്കിലും എവിടെങ്കിലും തട്ടുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന്. വേറൊരാളിനെ വലയ്ക്കാതിരിക്കാനും നമ്മൾ നാണം കെടാതിരിക്കാനും ഇത് സഹായിക്കും. അതുകൊണ്ട് പറഞ്ഞതാണ്.